നമസ്കാരം. വോട്ടർ ID കാർഡിൽ ഡേറ്റ് ഓഫ് ബർത്ത് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ആദ്യമായി ഗൂഗിളിൽ ECI എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുക. ഇവിടെ കാണുന്ന ഈ പുതിയ പേജിൽ ECI.gov.in എന്ന് കാണുന്ന ആദ്യത്തെ ലിങ്ക് സെലക്ട് ചെയ്തു കൊടുക്കുക. ഈ പുതിയ വിൻഡോയിൽ മുകളിലായി ലോഗിൻ, സൈൻ അപ്പ് എന്നുള്ള രണ്ട് ഓപ്ഷൻ കാണാം. പുതിയതായി ഓപ്പൺ ചെയ്യുന്നവർ സൈൻ അപ്പ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് അതിന് താഴെയായി മൊബൈൽ നമ്പരും ക്യാപ്ച കോഡും എൻ്റർ ചെയ്തു കൊടുത്ത് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു കൊടുക്കുക. ഈ വെബ്സൈറ്റിൽ നേരത്തെ ലോഗിൻ ചെയ്തിട്ടുള്ളവർ ലോഗിൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് താഴെയായി മൊബൈൽ നമ്പരും ക്യാപ്ച കോഡും എൻ്റർ ചെയ്തു കൊടുത്ത് റിക്വസ്റ്റ് OTP എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ ഒരു OTP റിസീവ് ആയി വരും. അതിവിടെ എൻ്റർ ചെയ്തു കൊടുത്ത് വെരിഫൈ ആൻഡ് ലോഗിൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ കാണുന്ന ഈ പുതിയ വിൻഡോയിൽ കറക്ഷൻ ഓഫ് എൻട്രീസ് എന്നുള്ളതിന് താഴെയായി കാണുന്ന ഫോം 8 എന്നുള്ളത് സെലക്ട് ചെയ്ത് മുന്നോട്ട് പോവുക. ഇവിടെ ഇപ്പോൾ സെൽഫ്, അതേഴ്സ് എന്നുള്ള രണ്ട് ഓപ്ഷൻ കാണുവാൻ സാധിക്കും. ഇതിൽ സെൽഫ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് അതിന് താഴെയായി എപ്പിക് നമ്പർ അഥവാ വോട്ടർ ID നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത് അതിന് താഴെയായി കാണുന്ന സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ കാണുന്ന ഈ പുതിയ പേജിൽ നിങ്ങളുടെ വോട്ടർ ID ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ആയി വരുന്നത് കാണാം. ഇത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് OK കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. ഇവിടെ കാണുന്ന ഈ പുതിയ പേജിൽ 4 ഓപ്ഷനുകൾ കാണാം. ഇതിൽ വോട്ടർ IDയിലുള്ള കറക്ഷനുകൾ തിരുത്തുന്നതിന് വേണ്ടി രണ്ടാമതായി കൊടുത്തിട്ടുള്ള കറക്ഷൻ ഓഫ് എൻട്രീസ് ഇൻ എക്സിസ്റ്റിംഗ് ഇലക്ടോറൽ റോൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് താഴെയായി കാണുന്ന OK ബട്ടൺ സെലക്ട് ചെയ്യുക. തുടർന്ന് വരുന്ന ഈ പേജിൽ ഇടതുവശത്തായി A, B, C, D, E എന്നുള്ള 5 ഓപ്ഷനുകൾ കാണാം. ഇതിൽ എല്ലാ ഓപ്ഷനും സെലക്ട് ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആദ്യമായി A എന്നുള്ള ഓപ്ഷനാണ്. ഇതിൽ സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, അസംബ്ലി, പാർലമെൻ്ററി എന്നിങ്ങനെയുള്ള ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ എല്ലാം ഓട്ടോമാറ്റിക്കായി ഡിസ്പ്ലേ ആയി വരുന്നത് കാണാം. ഇതിലൊന്നും എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടില്ല. ഇതെല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തു കൊടുത്ത് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു കൊടുക്കുക. രണ്ടാമതായി B എന്നുള്ള ഓപ്ഷനാണ്. ഇവിടെ ഡീറ്റെയിൽസ് എന്ന് കൊടുത്തിരിക്കുന്നത് കാണാം. ഇവിടെ നിങ്ങളുടെ പേരും എപ്പിക് നമ്പരും ഓട്ടോമാറ്റിക്കായി ഡിസ്പ്ലേ ആയി വരുന്നത് കാണാം. ഇവിടെ താഴെയായി ആധാർ നമ്പർ എന്ന് കൊടുത്തിട്ടുണ്ട്. അത് സെലക്ട് ചെയ്ത് നിങ്ങളുടെ ആധാർ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് താഴെ മൊബൈൽ നമ്പർ എന്നുള്ളതിന് താഴെയായി സെൽഫ് എന്നുള്ള ടിക്ക് ബോക്സ് ടിക്ക് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ അതിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇവിടെ ആധാർ നമ്പരും മൊബൈൽ നമ്പരും ഓപ്ഷണലാണ്. എൻ്റർ ചെയ്ത് കൊടുത്തില്ലെങ്കിലും മുന്നോട്ട് പോകാൻ സാധിക്കും. തുടർന്ന് താഴെ കാണുന്ന നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തതായി ഇവിടെ C എന്നുള്ള ഓപ്ഷൻ കാണാം. സബ്മിറ്റ് ആപ്ലിക്കേഷൻ. ഇവിടെ കറക്ഷൻ ഓഫ് എൻട്രീസ് എക്സിസ്റ്റിംഗ് ഇലക്ടോറൽ റോൾ എന്ന് ആൾറെഡി സെലക്ട് ആയിരിക്കുന്നത് കാണാം. ഇവിടെ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. അതിന് താഴെയായി ആപ്ലിക്കേഷൻ ഫോർ കറക്ഷൻ ഓഫ് എൻട്രീസ് ഇൻ എക്സിസ്റ്റിംഗ് ഇലക്ടോറൽ റോൾ എന്നുള്ളിടത്ത് നിറയെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നെയിം, ജെൻഡർ, ഏജ്, മൊബൈൽ നമ്പർ, ഫോട്ടോ, അഡ്രസ് എന്നിങ്ങനെ കൊടുത്തിരിക്കുന്നത് കാണാം. ഇതിൽ ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ ഇപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്തു കൊടുക്കാനുള്ള ഓപ്ഷൻ കാണാം. ഇതിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായി എൻ്റർ ചെയ്തു കൊടുക്കുക.
ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായി ഇവിടെ സെലക്ട് ഡോക്യുമെൻ്റ് എന്നുള്ളിടത്ത് സെലക്ട് ചെയ്ത് ഏത് ഡോക്യുമെൻ്റ് ആണോ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഡോക്യുമെൻ്റ് ഇവിടെ സെലക്ട് ചെയ്തു കൊടുക്കുക. ഇവിടെ ആധാർ കാർഡ്, പാൻ കാർഡ്, പാസ്പോർട്ട് എന്നിങ്ങനെ നിറയെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിലേതാണോ നിങ്ങൾ അപ്ലോഡ് ചെയ്തു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് സെലക്ട് ചെയ്തു കൊടുക്കുക. അടുത്തതായി ചൂസ് ഫയൽ എന്നുള്ളത് സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫയൽ ഇതിൽ അപ്ലോഡ് ചെയ്തു കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മാക്സിമം 2 MB-യിൽ താഴെയുള്ള ഫയലുകൾ മാത്രമേ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഫയൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു കൊടുക്കുക. അടുത്തതായി D എന്നുള്ള ഓപ്ഷനാണ് ഡിക്ലറേഷൻ. ഇവിടെ ഡേറ്റ് ആൾറെഡി എൻ്റർ ആയി വരുന്നത് കാണാം. അതിനടുത്തായി പ്ലേസ് എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ സ്ഥലപ്പേര് എൻ്റർ ചെയ്ത് കൊടുത്ത് താഴെയായി കാണുന്ന നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു കൊടുക്കുക. അവസാനമായി സബ്മിഷൻ എന്നുള്ള ഓപ്ഷനാണ്. ഇവിടെ കൊടുത്തിട്ടുള്ള ക്യാപ്ച കോഡ് കറക്റ്റായി എൻ്റർ ചെയ്തു കൊടുത്ത് അതിന് താഴെയായി കൊടുത്തിട്ടുള്ള പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു കൊടുത്ത് മുന്നോട്ട് പോവുക. ഇവിടെ പ്രിവ്യൂ എന്നുള്ള പുതിയൊരു പേജ് ഓപ്പൺ ആയി വരുന്നത് കാണാം. ഇവിടെ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ താഴെയായി കീപ്പ് എഡിറ്റിംഗ്, ഡൗൺലോഡ്, സൈൻ ആൻഡ് സബ്മിറ്റ് എന്നിങ്ങനെ 3 ഓപ്ഷനുകൾ കാണുവാൻ സാധിക്കും. ഇവിടെ എന്തെങ്കിലും കറക്ഷൻ ചെയ്യുവാനുണ്ടെങ്കിൽ കീപ്പ് എഡിറ്റിംഗ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ സൈൻ ആൻഡ് സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോവുക. ഇപ്പോൾ ഇവിടെ സൈൻ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പോപ്പപ്പ് വിൻഡോ ഓപ്പൺ ആയി വരുന്നത് കാണാം. ഇതിൽ യെസ് എന്നുള്ളത് സെലക്ട് ചെയ്തു കൊടുക്കുക. ഇവിടെ ഇപ്പോൾ സൈൻ ചെയ്യുവാനായിട്ടുള്ള പുതിയൊരു പേജ് ഓപ്പൺ ആയി വരുന്നത് കാണാം. ഇവിടെ നിങ്ങളുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്തു കൊടുത്ത് ഗെറ്റ് OTP എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു കൊടുത്താൽ ആധാർ നമ്പരുമായി ലിങ്ക് ചെയ്തിട്ടുള്ള നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ ഒരു OTP റിസീവ് ആയി വരുന്നത് കാണാം. അതിവിടെ എൻ്റർ ചെയ്തു കൊടുത്ത് സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു കൊടുക്കുക. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആധാർ കാർഡിലുള്ള നിങ്ങളുടെ പേരും വോട്ടർ ID-യിൽ കൊടുത്തിട്ടുള്ള നിങ്ങളുടെ പേരും മാച്ച് ആയെങ്കിൽ മാത്രമേ ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആവുകയുള്ളൂ. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയി കഴിഞ്ഞാൽ ഒരു അക്നോളജ്മെൻറ്റ് നമ്പർ റിസീവ് ആയി വരുന്നത് കാണാം. ഇത് സേവ് ചെയ്ത് വെച്ച് ഇതിൻ്റെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്.